നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ഷമീം സാർ, നിങ്ങളുടെ IT അധ്യാപകൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇങ്ക്സ്കേപ്പിനാണ്. ഇങ്ക്സ്കേപ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ്. ഇങ്ക്സ്കേപ്പ് തുറന്നാൽ ഉടനെ തന്നെ ഇത്തരത്തിലുള്ളൊരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഈ പേജ് ബോർഡർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ നമ്മൾ ഷോ പേജ് ബോർഡർ എന്നുള്ളത് അൺടിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു വെളുത്ത ക്യാൻവാസാണ് ഇവിടെ ലഭിക്കുന്നത്. ഇതിൽ നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്രാഫിക് സിഗ്നൽ മുന്നറിയിപ്പാണ്. 2019 ഉണ്ടായിരുന്ന SLC ക്വസ്റ്റ്യനാണത്. ചുവടെ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു മുന്നറിയിപ്പും ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. നിങ്ങൾക്ക് കാണാം, ഒരു ബ്ലാക്ക് റെക്റ്റാങ്കിളിൽ നമ്മൾ 3 സൈൻസ് ആണുള്ളത്. ഒന്ന് റെഡ്, യെല്ലോ, ഗ്രീൻ. ഇവ സ്റ്റോപ്പ്, ലുക്ക്, പ്രൊസീഡ് എന്നുള്ള അക്ഷരങ്ങളുമായിട്ട് ആണ് ഇതിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ വരയ്ക്കുന്നത് ഒരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഈ റെക്റ്റാങ്കിളിൽ നമ്മൾ താഴെയുള്ള കളർ പാലറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ബ്ലാക്ക് കളർ കൊടുക്കുന്നു. ഇത് കളർ കൊടുത്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കാം. ഇനി രണ്ടാമത് ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കാനാണ്. അപ്പോൾ സർക്കിൾ ടൂള് ക്ലിക്ക് ചെയ്യുന്നു. കൃത്യമായിട്ടുള്ളൊരു സർക്കിൾ കിട്ടാൻ വേണ്ടി നമ്മൾ കൺട്രോൾ കീ ഞെക്കി പിടിക്കുന്നു. കൺട്രോൾ കീ ഞെക്കി പിടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഒരു സർക്കിൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് താഴെയുള്ള കളർ പാലറ്റിൽ നിന്നും ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിൻ്റെ കളർ മാറ്റുന്നു. ഇതേപോലെ 2 കൂടി വരയ്ക്കണം. അപ്പോൾ വീണ്ടും വ്യത്യസ്ത കളറുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത സൈസുകളാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. റൈറ്റ് ക്ലിക്ക് അമർത്തി പിടിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. കൺട്രോൾ D അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ തുല്യ വലുപ്പത്തിലുള്ള മറ്റൊരു ഇത് കിട്ടി. ഞാനതിനെ ആ സർക്കിളിന് മഞ്ഞ കളറാണ് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുത്തിട്ടുണ്ട്, അതിനെ പച്ച കൊടുത്തു. ഇതിന് 3നെയും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് അതേ രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോൾ നമ്മൾ വെച്ചത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി മാർജിനിൽ നിന്ന്, സൈഡിലെ മാർജിനിൽ നിന്ന്, ഇടതുവശത്തെ മാർജിനിൽ നിന്ന് ഞാൻ ഒരു 2 ലൈന് കൊണ്ടുവരുന്നുണ്ട്. ഈ 2 ലൈനിൽ കറക്റ്റ് തന്നെയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. മഞ്ഞ അല്പം വ്യത്യാസപ്പെട്ടുള്ളത് അത് നമ്മുടെ ആരോ കീ അമർത്തി പിടിച്ചിട്ട് കൃത്യമാക്കിയിട്ടുണ്ട്. ഇനി ആ 2 ലൈനെ നമ്മൾ തിരിച്ചു കൊണ്ടുവെക്കും. ഇനി നമുക്ക് ടെക്സ്റ്റ് ടൂളാണ് എടുക്കേണ്ടത്. ടെക്സ്റ്റ് ടൂൾ എടുത്തതിന് ശേഷം ആദ്യം ചുവപ്പിൻ്റെ തൊട്ടടുത്താണ് സ്റ്റോപ്പ് എന്നുള്ളതാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു ബോക്സ് ആയിട്ട് വരയ്ക്കുന്നു. താഴെയുള്ള കളർ പാലറ്റിൽ വൈറ്റ് സെലക്ട് ചെയ്യുന്നു. കാണാം, വൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നു. സ്റ്റോപ്പ് എന്നാണ്. അപ്പോൾ സ്റ്റോപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം. STOP എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. STOP ടൈപ്പ് ചെയ്യുന്നു. അതിൻ്റെ സൈസ് നമ്മൾ 72ലേക്ക് മാറ്റുന്നു. നോർമൽ ആണ് ഉള്ളത്, അതിനെ ബോൾഡാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് കൂടി വരയ്ക്കുകയാണ്. ആ ടെക്സ്റ്റ് ബോക്സിനെ വരച്ച് അതിനും വൈറ്റ് കളറ് കൊടുക്കണം. അവിടെ ടൈപ്പ് ചെയ്യണം, ലുക്കാണ് എഴുതേണ്ടത്. LOOK ലുക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിന് വൈറ്റ് കളർ കൊടുക്കുന്നു. എന്നിട്ട് നോർമലുള്ള ഇതിന് നമ്മൾ ബോൾഡാക്കുന്നു. സൈസ് 72 ആക്കുന്നു. അടുത്തതായിട്ട് പ്രൊസീഡ് എന്നുള്ളതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് പ്രൊസീഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് താഴെയുള്ള വൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. വൈറ്റ് കളറാക്കിയതിന് ശേഷം ബോൾഡ് എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നു. അതിനുശേഷം നമുക്ക് സൈസ് 72 എന്ന് മാറ്റി വെക്കും. ഇനി ഇത് കൃത്യമായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനനുസരിച്ചിട്ട് ഉള്ള രീതിയിൽ റെക്റ്റാങ്കിളിൽ ക്രമീകരിച്ചതിന് ശേഷം കൃത്യമായിട്ട്
എല്ലാത്തിനെയും സെലക്ട് ചെയ്യുന്നു, മുഴുവനായിട്ട് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ എ നെക്കി പിടിച്ചാലും മതി. എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ മൂവ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും, മുഴുവനായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം കൺട്രോൾ എ എന്ന് നെക്കി പിടിച്ചിട്ട് കൺട്രോൾ ജി ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഗ്രൂപ്പാക്കാനോ അൺഗ്രൂപ്പാക്കാനോ പറ്റും. ഇനി അൺഗ്രൂപ്പ് ചെയ്യാൻ പോവാണ് ഞാൻ. ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താനുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റിൽ അൺഗ്രൂപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺഗ്രൂപ്പ് ചെയ്യുക. ഒന്ന് എല്ലാം അലൈൻമെൻറ്റൊക്കെ കറക്റ്റാക്കുക. സ്റ്റോപ്പ്, ലുക്ക്, പ്രൊസീഡ് എന്നുള്ളതിൻ്റെ വ്യത്യാസം എല്ലാം കൃത്യമാക്കുന്നു. എന്നിട്ട് വീണ്ടും സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൺട്രോൾ ജി അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ചെയ്യുന്നു. എന്നിട്ടിത് സേവ് ചെയ്യേണ്ടതുണ്ട്. ഫയലിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഏത് ഫോൾഡറിലാണോ എന്ന് സെലക്ട് ചെയ്യുക. എക്സാം 10 എന്നുള്ള ഫോൾഡറിലാണ് സാധാരണയായിട്ട് ചെയ്യേണ്ടത്. അത് അവിടെ കാണുന്നില്ല എങ്കിൽ ക്രിയേറ്റ് ഫോൾഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സാം 10 എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. രജിസ്റ്റർ നമ്പർ തൽക്കാലം ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ വെച്ചിട്ട് സേവ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇങ്ക്സ്കേപ്പിൽ ഉള്ളത്. ഇങ്ക്സ്കേപ്പിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത്, അപ്പോൾ ഇങ്ക്സ്കേപ്പിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഒന്ന് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഷേപ്പുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് സൈസ് കൃത്യമാക്കുക എന്നുള്ളതാണ്. കൺട്രോൾ നീക്കി പിടിച്ചിട്ട് നമുക്ക് സൈസ് കൃത്യമാക്കാം. പിന്നെ ഫിൽ കളറ്, അതുപോലെ തന്നെ ഗ്രൂപ്പ്, ഇവയാണ് ഇന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടുന്നു. നമസ്കാരം.